നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് ബാറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ഒരു ബാറ്റ്സ്മാൻ ആണ്. ഇവർ രണ്ടുപേരും കൂടി, രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സും കൂടി ഒന്ന് മനസ്സിരുത്തിയാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു വിജയത്തിന് ഇനിയും സാധ്യതയുണ്ടെന്നാണ് എന്റെ അറിവ്. ഈ ക്രൂഷ്യൽ ഇനി ഇതും അടുത്ത റിങ്കു സിംഗും രണ്ടുപേരും കൂടി ഉണ്ട്. അവർ രണ്ടുപേര് ശരിക്കും നിൽക്കുകയാണെങ്കിൽ ഇന്ത്യ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ 13ാമത്തെ ഓവർ ആയിട്ടുള്ളൂ ഡോക്ടർ അജിത് കുമാർ. ഉറപ്പായിട്ടും ഇന്ത്യക്ക് സാധ്യതയുണ്ട്. കാരണം 13ാമത്തെ ഓവറിൽ ഇന്ത്യക്ക് ഇപ്പോൾ 4 വിക്കറ്റ് ഇനിയും കിടക്കുകയാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിന്റെ കരുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ശിവൻ ദുബെ ഉണ്ട്, റിങ്കു ഉണ്ട്, അക്ഷർ പട്ടേൽ ഉണ്ട്. അക്ഷർ പട്ടേൽ അതെ. അപ്പോൾ ഓവർ കൂടിയുണ്ട് ബാക്കി. അതെ, 43 ബോളിന് 69 റൺ. അത് ശരിക്കും വലിയൊരു കാര്യമല്ല ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചോളം. പക്ഷേ വിക്കറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ പ്രശ്നം. പക്ഷെ ഇതൊരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. ഞാൻ ഇപ്പൊ റിക്വയർഡ് റേറ്റ് നിയർലി 10 റൺ ആവാൻ പോണു. കാരണം 70 എന്ന് പറഞ്ഞാല് നിയർലി 10 റൺസ് ആവും. 9.63 ആണ് ഇപ്പോഴത്തെ റെക്കോർഡ് റൺ റേറ്റ്. 9.63 ആണ്. അതാണ്. ഇനി ഞാൻ പറയട്ടെ, ഇന്ത്യൻ ഇന്ത്യൻ ബാറ്റർമാർ ഈ പേസർമാർക്ക് മുന്നിലാണ് വല്ലാത്ത തോതിൽ കഷ്ടപ്പെടുന്നത് കണ്ടത് ബാറ്റ് ചെയ്യാൻ. ഇന്ന് ശുഭ്മാൻ ഗില്ലാണെങ്കിൽ പോലും ശുഭ്മാൻ ഗില്ല് പുറത്താകുന്നത് വരെ ഒരു ഷോട്ട് ഗംഭീരമായിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ബാക്കിയെല്ലാം കണക്ട് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഈ സ്പിന്നർമാർക്ക് ആനുകൂല്യം ഉണ്ടാകുമെന്ന് കരുതിയ രണ്ടാമത്തെ ഇന്നിങ്സിൽ ഈ പേസ് ബോളർമാർക്ക് മുന്നിൽ അവരുടെ സ്ലോ ബോളിംഗ് ടെക്നിക്ക് ഫലപ്രദമായതല്ലേ ഇന്ത്യൻ ബാറ്റർമാരെ കുഴക്കിയത്? അത് മാത്രമല്ല, പ്രത്യേകിച്ച് മറ്റേ ഹുസൈൻ്റെ സ്ലോവർ ബോൾസ്, പുള്ളി ആ സ്ലോവർ ബോൾസ്, അഷ്റഫ് എന്നാണുള്ള പേര്, അദ്ദേഹമാണ് 2 വിക്കറ്റ് എടുത്തത്. അദ്ദേഹത്തിന്റെ ഈ സ്ലോവർ ബോൾസിനാണ് ഇവർ ഔട്ടാണ്ടായിരുന്നത് രണ്ടുപേരും. സൂര്യകുമാർ എന്താ പറയുക, അഭിഷേക് ഫസ്റ്റ് ബോൾ തന്നെ അഭിഷേക് വളരെ സ്ലോ ആയിരുന്നു. ആ ബോള് നേരെ കൈ കൊടുത്തു. ഗില്ലും അതുകൊണ്ട് തന്നെ സ്ലോവർ ബോൾ വന്നപ്പോഴാണ് നേരെ കൈ കൊടുത്തിട്ട് പോയത്. അപ്പൊ അവിടെയാണ് അവർ ഈ സ്ലോവർ ബോൾ കളിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുള്ളതാകുന്നത് ഞാൻ ആദ്യമായിട്ട് വിചാരിക്കാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കൊന്നും അഭിഷേക് പ്രതീക്ഷിച്ചല്ലാതെ തോന്നണം. ഇത്രയും ഫസ്റ്റ് ബോൾ തന്നെ ഇത്രയും സ്ലോവർ ആവുമെന്ന് പ്രതീക്ഷിച്ചാന്ന് തോന്നണു. അതാണ് കാണുന്നത്. അതായിരിക്കാം പെട്ടെന്ന് ഈ ഒരു പിച്ചിൽ എന്തെങ്കിലും ബാറ്റ് ചെയ്യാൻ തീരെ പറ്റാത്ത ഒരു സാഹചര്യം നമുക്ക് കാണുന്നുണ്ടോ താങ്കൾ ഈ മത്സരം കണ്ടപ്പോൾ? അത്രമാത്രം ദുഷ്കരമായിട്ടുള്ള ഒരു ട്രാക്ക് ഒന്നും അല്ലല്ലോ. തീർച്ചയായിട്ടും. ആക്ച്വലി ദുബായിൽ നിന്ന് എപ്പോഴും പറയാറുണ്ട്, കളി തുടരും തോറും വിക്കറ്റ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഒരു ബോൾ പോലും ഒരു വയലന്റ് ആയിട്ടുള്ള ടേണോ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ ഈസി ആയിട്ടാണ് ബോൾ വരുന്നത്. നന്നായിട്ട് ബാറ്റിലേക്ക് വരുന്നുണ്ട്. നെയ്ത് കുറച്ച് സ്ലോ ആണ് വിക്കറ്റ്, അത്രയേ ഉള്ളൂ. വിക്കറ്റ് ഇത്തിരി സ്ലോ ആണെന്നല്ലാണ്ട് ശരിക്കും ഇവര് വെയിറ്റ് ചെയ്ത് കളിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് തന്നെയാണല്ലോ ഇവര് ഈ പാകിസ്ഥാൻ ബാറ്റ്സ്മാനാണ് പ്രത്യേകിച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് അടിക്കുന്നായിരുന്നത്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി സ്ലോ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം നോക്കുകയാണ്. ഇപ്പൊ തിലക് വർമ്മ കറക്റ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞത് അവസാനത്തെ ബോൾ. ഇന്ത്യൻ ടീം നല്ലൊരു ഫൈറ്റിംഗ് സ്കോറാണ്, യങ്സ്റ്റേഴ്സ് ആണ്, പഴയതുപോലെയല്ല. അവരിപ്പം ഇവർക്കൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻ പലതും കണ്ടിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് IPL-ലൊക്കെ ഇഷ്ടംപോലെ കളിച്ചത് കൊണ്ട് അവർക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഇഷ്ടംപോലെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നില്ല. വിക്കറ്റിന് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കാൻ നല്ല സാധ്യതയുണ്ട്. എനിക്ക് തോന്നി സൂര്യകുമാർ യാദവ് ആയിരിക്കും ഒരുപക്ഷെ ഈ മത്സരം എങ്ങാനും കൈവിട്ട് പോയാൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുക. ക്യാപ്റ്റന്റെ ഒരു ഇന്നിംഗ്സ് കളിക്കാൻ പാകത്തിന് ക്യാപ്റ്റൻസിന്റെ പോകും. കാരണം ക്യാപ്റ്റൻസി ഇപ്പൊ ഹർദിക് പാണ്ഡ്യയെ വീണ്ടും ക്യാപ്റ്റൻ ആക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹർദിക് പാണ്ഡ്യ ആയിരുന്നല്ലോ ഒറിജിനൽ ക്യാപ്റ്റൻ. പിന്നെ സൂര്യകുമാറിന് പുള്ളിക്കൊരു എന്തെങ്കിലും ഒരു പോലെ ഈ ക്യാപ്റ്റൻസി കൊടുത്താണ്. ഹർദിക് പാണ്ഡ്യ വീണ്ടും ക്യാപ്റ്റനാവും. ക്യാപ്റ്റൻസി എന്തായാലും മാറ്റും സൂര്യകുമാറിന്റെ. കാരണം ഇങ്ങനത്തെ ഒരു ഡിഫീറ്റ് കഴിഞ്ഞ ശേഷം അയാളെ കണ്ടിന്യൂ ചെയ്യുന്ന, പ്രത്യേകിച്ച് ഇത്രയും പൂർ ഫോമിലുമാണ്, റെസ്പോൺസിബിൾ ആയിട്ട് ഔട്ടായി. അപ്പൊ അതൊക്കെ ഒരു തീർച്ചയായും പോയിന്റ്സ് ആയിട്ട് വരും. ക്യാപ്റ്റൻസി തന്നെ മാറാൻ സാധ്യതയുണ്ട് ഇന്ത്യ എങ്ങനെ തോക്കുകയാണെങ്കിൽ. റൈറ്റ്, അതാണ്. എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് ഡോക്ടർ അജിത് കുമാർ. എത്രമാത്രം കരുത്തുറ്റ ഒരു സാധ്യത ഇന്ത്യക്ക് മുന്നിൽ ഇനിയും ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് അത്രത്തോളം ആഴമുള്ളതാണ്. ആ ആഴമുള്ള ബാറ്റിംഗ് ലൈനപ്പിൽ ഇന്ത്യക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായി മത്സരം ജയിക്കാൻ കഴിയും. ഏഷ്യ കപ്പ് കിരീടം ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിയും. നിലവിൽ 4 വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. 82 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അതായത് ഏതാണ്ട് 60 റൺസോളം മാത്രം മതി ഇന്ത്യക്ക് ഇനി മറ്റൊരു ഡിസിഷൻ റിവ്യൂ കൂടെ പോയിട്ടുണ്ട്. അത് നോക്കാം. എന്തായാലും 4 വിക്കറ്റ് നഷ്ടമായ സാഹചര്യത്തിലാണ് അവിടെ റൺഔട്ടിനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. വിക്കറ്റ് കീപ്പറുടെ കളക്ട് ചെയ്യുന്നു.
വിക്കറ്റ് നഷ്ടമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്, എന്താണെങ്കിലും അവിടെ തിലക് വർമ്മ ക്രീസിൽ മടങ്ങിയെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു റണ്ണൌട്ടുള്ള അവസരം, വലിയൊരു അവസരമാണ് പാകിസ്ഥാൻ ലഭിച്ചത്. പാകിസ്ഥാൻ വിക്കറ്റ് കീപ്പറുടെ ഒരു വേഗക്കുറവും കളക്ട് ചെയ്തതിലെ പ്രശ്നവുമാണ് അത് ഒരു വിക്കറ്റ് നഷ്ടമാകുന്നതിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചത് എന്ന് വേണം പറയാം. എന്താണെങ്കിലും അവിടെ തിലക് വർമ്മയുടെ ഒരു ഡൈവിംഗ് ശ്രമത്തിൽ അത് രക്ഷപ്പെടുന്നു. തൽക്കാലത്തേക്ക് ഇന്ത്യ വലിയ ഒരു അവസരമായിരുന്നു പാകിസ്ഥാന്, പക്ഷേ തിലക് വർമ്മ തൽക്കാലത്തേക്ക് കടന്നുകൂടുന്നു ക്രീസിലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള വിധി വന്നിട്ടില്ല അമ്പയറുടെ ഭാഗത്തു നിന്ന്. പക്ഷേ ബാറ്റ് ക്രീസിലുണ്ട്. ബാറ്റിൻ്റെ മുൻഭാഗം ഉയർന്നു നിൽക്കുന്നെങ്കിൽ പോലും ബാറ്റിൻ്റെ മധ്യഭാഗം ക്രീസിൽ തൊടുന്ന സമയത്താണ് ബെയിൽസ് ഇളകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ തൽക്കാലത്തേക്ക് ഇന്ത്യ രക്ഷപ്പെടുകയാണ്. 82-ന് 4 വിക്കറ്റ് എന്നുള്ള നിലയിലാണ്, 83-ന് 4 വിക്കറ്റ് എന്ന നിലയിലാണ് ഇന്ത്യ. 37 റൺസുമായി തിലക് വർമ്മയും 4 റൺസുമായി ശിവൻ ദുബൈയുമാണ് ക്രീസിൽ. ഓർക്കുക, ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് ഇനിയും നീണ്ടു നിൽക്കുന്നു എന്നുള്ള ഒരേ ഒരു പ്രതീക്ഷയിൽ തന്നെ നമ്മൾ തുടരുകയാണ്. മത്സരത്തിൽ പ്രതീക്ഷ പുലർത്തുകയാണ്. കാരണം അവിശ്വസനീയമായ രീതിയിൽ തീർത്തും നിരാശപ്പെടുത്തുന്ന തരത്തിൽ ഇന്ത്യയുടെ ബാറ്റർമാർ വിക്കറ്റുകൾ വലിച്ചെറിയുന്ന കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു സമ്മർദ്ദത്തിലേക്ക് ഇന്ത്യൻ ആരാധകർക്ക് നീങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ഫൈനൽ അത് ആവേശകരമായ ഒരു അന്ത്യത്തിലേക്ക് എത്തും എന്നാണ് കരുതേണ്ടത്. കാരണം ഇപ്പോൾ തന്നെ 15ാമത്തെ ഓവറിലേക്ക് എത്തി. റൺ റേറ്റ് ഉയരുന്നു. 10 റൺസിന് മുകളിലേക്ക് റൺ റേറ്റ് മാറുന്ന സാഹചര്യമാണ്. ഇതൊക്കെ കൂട്ടി ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യക്ക് ഇനി മെല്ലെ മെല്ലെ ബാറ്റിംഗ് രീതി, അതിൻ്റെ സ്പീഡ് ഉയർത്തിയേ മതിയാകൂ. കൂടുതൽ സ്കോർ ചെയ്യേണ്ട സാഹചര്യം വരും. നിലവിൽ ഇന്ത്യയുടെ റൺ റേറ്റ് 6 റൺസിൽ താഴെയാണ്. 6 റൺസിൽ താഴെയിൽ നിന്ന് ഇന്ത്യയുടെ റൺ റേറ്റ് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ റിക്കേർഡ് റൺ റേറ്റ് ഉയരുകയും ചെയ്യുന്നു. എന്തായാലും ആ വിക്കറ്റ് അത് അനുവദിച്ചിട്ടില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഒരു 4 കൂടി നേടിയിട്ടുണ്ട്. 4 കൂടി നേടിയിരിക്കുകയാണ് തിലക് വർമ്മ. തിലക് വർമ്മയുടെ ബൗണ്ടറിയിൽ ഇന്ത്യ വീണ്ടും പ്രതീക്ഷ പുലർത്തുന്നു. എന്തായാലും തിലക് വർമ്മ തന്നെയാണ് ഈ മത്സരത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനമാകാൻ പോകുന്ന താരമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. തിലക് വർമ്മയുടെ ബാറ്റിംഗ് പ്രകടനം അത് നിർണായകമാണ്. തിലക് വർമ്മയ്ക്ക് ഈ മത്സരത്തിൽ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാനുള്ള കൃത്യമായിട്ടുള്ള റോളുണ്ട്. ആ റോള് എത്രത്തോളം ഭംഗിയെ നിർവഹിക്കാൻ കഴിയുമോ അതിനനുസരിച്ചിരിക്കും ഈ ഇന്ത്യൻ ടീമിൻ്റെ ഈ മത്സരത്തിലെ മുന്നേറ്റം എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ വല്ലാതെ നിരാശപ്പെടുത്തി. ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ യങ് സെൻസേഷൻ, അദ്ദേഹവും ഫൈനലിൽ നിരാശപ്പെടുത്തി. അഭിഷേക് ശർമ്മ ടൂർണമെന്റിലെ താരം ഈ മത്സരത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു പാകിസ്ഥാൻ ബോളർമാർക്ക് മുന്നിൽ. പാകിസ്ഥാൻ ബോളർമാരുടെ ഒരു സ്ലോ ബോളിംഗ് ആയിരുന്നു പാകിസ്ഥാൻ ഇന്ന് ഉപയോഗിച്ച പ്രധാന തന്ത്രം. ആ സ്ലോ ബോളുകളിലാണ് പ്രധാനമായും വിക്കറ്റുകൾ ഇന്ത്യൻ ബാറ്റർമാർ വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായത്. ഷോർട്ട് സെലക്ഷൻ കൂടി എടുത്തു പറയണം. സഞ്ജു വി സാംസന്റെ ഉൾപ്പെടെ സഞ്ജു വി സാംസന് ഒരു തവണ ഒരു ഡ്രോപ്പ് ക്യാച്ചിലൂടെ ഒരു തവണ ജീവൻ കിട്ടിയതാണ്. വീണ്ടും 12 റൺസ് കൂടി ചേർത്തപ്പോഴേക്കും വീണ്ടും ഉയർത്തിയടിച്ച്, അതായത് ഓഫ് സൈഡിൽ അല്പം വൈഡായി വന്ന പന്ത് അലക്ഷ്യമായി ഉയർത്തിയടിച്ച് സഞ്ജു വി സാംസന്റെ വിക്കറ്റ് വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായത്. തിലക് വർമ്മയിൽ പ്രതീക്ഷ പുലർത്താം. തിലക് വർമ്മ ഇന്ത്യയുടെ യുവനിര താരങ്ങളിൽ ഏറ്റവും മികച്ച താരങ്ങളിലൊന്നാണ്. അപ്പോൾ തിലക് വർമ്മയുടെ ബാറ്റിംഗ് പ്രകടനത്തിൽ നമുക്ക് ഉറ്റുനോക്കാം. ഒരുപക്ഷെ